സ്നേഹിതന്മാരോടും സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ട 3 നല്ല കാര്യങ്ങളും 3 ചീത്ത കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് കാണുക. അഥവാ തൻ്റെ സുഹൃത്തിനോടുള്ള, സ്നേഹിതനോടുള്ള, സഹോദരനോടുള്ള സ്നേഹം, ആ പ്രിയം, അത് നിഷ്കളങ്കമായ സ്നേഹമാക്കാനുള്ള 3 കാര്യങ്ങളിൽ ഒന്ന്, ഏത് സമയത്തും തൻ്റെ സുഹൃത്തിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലലാണ്. പിന്നെ തൻ്റെ സുഹൃത്ത് നമ്മുടെ സദസ്സിലേക്ക് വരുന്ന സമയത്ത് ആ സദസ്സിൽ അവന് ഇരിക്കാനുള്ള ഒരു വിശാലത നൽകലാണ് രണ്ടാമത്തത്. അവനെ വെൽക്കം ചെയ്ത് സദസ്സിൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത്, തൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ സ്നേഹിതനെ, സഹോദരനെ അവന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പേരുണ്ടാകും. ആ പേര് കൊണ്ട് അവനെ അഭിസംബോധനം ചെയ്യുക. അവനെ വിളിക്കേണ്ടത് അവന് ഇഷ്ടപ്പെട്ട പേര് കൊണ്ട്. ഈ 3 കാര്യങ്ങൾ സുഹൃത്തുക്കളുടെയും സ്നേഹിതന്മാരുടെ ഇടയിൽ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അവരോടുള്ള ആ സ്നേഹം നിഷ്കളങ്കമായി തീരുമെന്നാണ്. അതേസമയം നെഗറ്റീവായ 3 കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമ്മിൽ നിന്ന് സുഹൃത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവരുത്. ഒന്നാമത്തത്, തന്നിലുള്ള ഒരു മോശമായ സ്വഭാവം അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ അവരുടെ മേലിൽ ആ സ്വഭാവത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. തന്നിൽ അതുണ്ടാകുമ്പോൾ യാതൊരു കുഴപ്പമില്ല, മറ്റുള്ളവരിൽ അത് കാണുമ്പോൾ ആ പേരും പറഞ്ഞ് അവനെ ആക്ഷേപിക്കുക. രണ്ടാമതായി പറയുന്നത്, തന്നിൽ മറഞ്ഞു കിടക്കുന്ന മോശമായ ഒരു പ്രവൃത്തി അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ അതിനെ മോശമായി ഗണിക്കുകയും അതിനെ മോശമായി കാണുകയും ചെയ്യുക. ഇവനിൽ അതുണ്ട്, പക്ഷെ ഒരു കുഴപ്പമില്ല, അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ അത് മോശമാണല്ലോ എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിക്കുക. മൂന്നാമത്തത്, തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കൽ ആവശ്യമില്ലാതെ സുദീർഘമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ, സുഹൃത്ത് സ്നേഹിതന്മാർക്കൊക്കെ അവരുടേതായ ജോലിയും അതുപോലെ തന്നെ അവരുടേതായിരിക്കുന്ന തൊഴിലിലും അവർ ബിസിയായിരിക്കും. അവരുടെ സ്വന്തമായിരിക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു വിഷയവും ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നിട്ട് പോലും ആവശ്യമില്ലാതെ അവിടെ തട്ടിമുട്ടി അവനെ വിഷമിപ്പിച്ച് അവനെ ബുദ്ധിമുട്ടാക്കി അവൻ്റെ ആ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവനെ ബുദ്ധിമുട്ടാക്കി അവിടെ തന്നെ സുദീർഘമായി ഇരിക്കുക. ഈ 3 സ്വഭാവങ്ങളും ഒഴിവാക്കേണ്ടതാണ്.